എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീനച്ചാറാണ്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഒരു മീൻ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് സ്പൂൺ ചെറുതാണ്, അതുകൊണ്ടാണ് 2 ഇട്ടത്. 2 ടീസ്പൂണാണ്, 1 ടീസ്പൂണാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചൂര മീനാണ് നമ്മൾ മീനച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ചൂര പോലുള്ള മീനുകൾ, നെയ്മീനൊക്കെ എടുക്കാം. ചൂര മീനെ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ചൂര മീൻ എടുത്തത്. അതിനുശേഷം ചട്ടി എടുത്ത് നമ്മൾ ഇളക്കി വെച്ചത് അരമണിക്കൂർ വെച്ചതിന് ശേഷം അതിന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ ചട്ടി എണ്ണയിലേക്ക് ഇടാവൂ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് മൂത്തെടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മാറ്റുക. അതിനുശേഷം വേറെ ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് പച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കാം. പച്ച ഉലുവ ഇടുക. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം, എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നിങ്ങളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉള്ളി വരട്ടിയെടുക്കാം. വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂണാണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് വരട്ടി വെച്ച മുളകിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് നന്നായിട്ട് ചുമന്ന കളറാകുമ്പോൾ മാത്രമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. രണ്ടും ഒരുമിച്ചിട്ടാൽ മതി, അങ്ങനെ മാറ്റി നോക്കണ്ട. അങ്ങനെ ഇട്ടാൽ നേരെ ഇട്ടാൽ മതി. ചട്ടിയിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ബൗളിൽ ഇളക്കി വെച്ചിരുന്ന നമ്മളെ മുളക് പൊടി, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം, മല്ലിപ്പൊടി എല്ലാം അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ മൂത്ത മീൻ നമ്മളെ വറുത്ത് വെച്ചിരുന്ന മീനെടുത്ത് അതിലേക്ക് ഇട്ട് ഇച്ചിരി വിനാഗിരി കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് എടുക്കാം. വീഡിയോ കണ്ട എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.